പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ ചാളംവയൽ അംഗൻവാടി കെട്ടിടോദ്ഘാടനം മട്ടന്നൂർ നിയോജക മണ്ഡലം എംഎൽഎ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. ശൈലജ ടീച്ചറുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാളംവയൽ അംഗൻവാടി കെട്ടിടം പൂർത്തീകരിച്ചത്. കേരളത്തിലെ എല്ലാ നഗറുകളും മാറ്റിയെടുക്കാൻ അത്രമാത്രം പണം നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടാവില്ല. എന്നാൽ ഉള്ള റവന്യൂ വരുമാനം അത് ഏറ്റവും ശാസ്ത്രീയമായി ചെലവഴിച്ച് സാധാരണക്കാരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാക്കാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. SC/ST വകുപ്പിൽ നിന്ന് നഗറുകൾ നവീകരിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി 1 കോടി ഉറുപ്പിക വീതം വളരെ ചുരുക്കം തിരഞ്ഞെടുക്കപ്പെട്ട കോളനികൾക്ക് അനുവദിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ മട്ടന്നൂർ മണ്ഡലത്തിൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ള 2 നഗറുകൾ, അതിലൊന്ന് ഷംസുദ്ദീൻ്റെയും മിനിയുടെയും എല്ലാം അഭ്യർത്ഥന പ്രകാരം പടിയൂർ കല്യാട് പഞ്ചായത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഒന്ന് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിനും കൊടുത്തു. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ഭരണസമിതി നിർദ്ദേശിച്ചനുസരിച്ച് ചാളംവയൽ നഗറിനെ നമ്മൾ ഉൾപ്പെടുത്തുകയും ആ പണം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്ന പരിശോധന നടത്തുകയുമാണ് ചെയ്തത്. ആ പ്രവൃത്തി വീതിക്കപ്പെട്ട് ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെയുള്ള കോളനികൾക്കൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തും. എന്നാൽ ഇവിടെ റിപ്പയറിനടക്കം പുതിയ വീട് നിർമ്മിക്കാൻ മാത്രമല്ല, ഇവിടെ വന്ന ആവശ്യകതകളും അതായിരുന്നു. നേരത്തെ എടുത്ത് പകുതിയാക്കിയ വീടുണ്ട്, നേരത്തെ എടുത്ത് പഴകിപ്പോയി ഉപയോഗശൂന്യമായിട്ടുള്ള വീടുകളുണ്ട്. അതൊക്കെ നവീകരിക്കണം, ഒരു സാംസ്കാരിക നിലയം വേണം. ഇതൊക്കെയായിരുന്നു നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലും ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി ആ DPRനനുസരിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി DPRനനുസരിച്ച് ആ പ്രവൃത്തി നടക്കുമ്പോൾ നമ്മുടെ നഗർ വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിട്ട് മാറും, സൗകര്യപ്രദമായ ഒന്നായിട്ട് മാറും. അന്നിവിടെ വന്നപ്പോൾ അംഗൻവാടിയുടെ കാര്യം പ്രസിഡന്റ് സൂചിപ്പിച്ചു, നഗർ നിവാസികളും സൂചിപ്പിച്ചു. അപ്പോൾ അംഗൻവാടിക്ക് കെട്ടിടം എടുക്കാൻ നമ്മൾ ആ പറഞ്ഞ പൈസ അത് പോയാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അംഗൻവാടിക്ക് കെട്ടിടം എടുക്കാൻ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 25 ലക്ഷം രൂപ നമ്മുടെ അംഗൻവാടിക്ക് മനോഹരമായ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി വകയിരുത്തിയത്. 25 ലക്ഷം രൂപയൊക്കെ വകയിരുത്തുമ്പോൾ നേരത്തെ അതൊരു വലിയ തുകയാണ്. ഒരു 10-15 ലക്ഷം രൂപയുണ്ടായാൽ അംഗൻവാടി കെട്ടിടം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം നമുക്കുള്ളൊരു ബുദ്ധിമുട്ട്, കേന്ദ്ര ഗവൺമെൻറ് എല്ലാവരും GST എന്ന് പറഞ്ഞ് നമ്മളെ പിടികൂടുകയാണ്. 30 ലക്ഷമോ 25 ലക്ഷമോ ഒരു അംഗൻവാടിക്ക് വകയിരുത്തിയാൽ 18% കേന്ദ്രത്തിലേക്ക് പിടിക്കുന്നു. ബാക്കി തുക മാത്രമേ കെട്ടിടം എടുക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ. സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന MLA ആസ്തി വികസന ഫണ്ടിനെ GST ചാർജ് ചെയ്യരുത് എന്ന് നമ്മൾ അപേക്ഷിച്ചിട്ടും അത് അംഗീകരിച്ച് കിട്ടിയിട്ടില്ല. ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനുള്ള തുകയ്ക്കും ആശുപത്രി കെട്ടിടങ്ങൾ എടുക്കാനുള്ള തുകയ്ക്കും ഒന്നും GST അടക്കാൻ പറയരുത് എന്ന് നമ്മൾ അപേക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തുകയാണ്. GST വിഹിതം അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തരും എന്ന് പറയുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. നമുക്ക് വളരെ പരിമിതമായിട്ടാണ് കിട്ടുന്നത്. നമ്മളെല്ലാം കൊടുക്കുന്ന നികുതിയുടെ വിഹിതവും നമുക്ക് 100 രൂപ അങ്ങോട്ട് പിടിക്കുമ്പോൾ 30 രൂപയിൽ താഴെ കിട്ടുന്നുള്ളൂ. 100 അങ്ങോട്ട് പിടിച്ചാൽ 50 തിരിച്ചു തന്നാലേ എല്ലാവർക്കും പെൻഷൻ കൃത്യമായി കൊടുക്കാനും പാവപ്പെട്ടവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അംഗൻവാടി വർക്കർമാർക്കും ആശാ വർക്കർമാർക്കും എല്ലാം ചെറുതെങ്കിലും ഒരു തുക വർദ്ധിപ്പിച്ചു കൊടുക്കാനും ഒക്കെ കഴിയും. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CDPO ഇരിക്കൂർ നിഷ പാലത്തടത്തിൽ സ്വാഗതം പറഞ്ഞു. ഇരിക്കൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ICDS പ്രോഗ്രാം ഓഫീസർ ബിന്ദു CA പദ്ധതി വിശദീകരണം നടത്തി. പടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. മിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV തങ്കമണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാകേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB കാവനാൽ, വാർഡ് മെമ്പർമാരായ ലൂസി ശിവദാസ്, K. രാജീവ് മാസ്റ്റർ, K. ശോഭന, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ P. ഷിനോജ്, CDS ചെയർപേഴ്സൺ MV അമ്പിളി, CPM പ്രതിനിധി M. അനിൽകുമാർ, CPI പ്രതിനിധി EV കുമാരൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി KP ബാബു, ജനതാദൾ പ്രതിനിധി AK ദിലീപ് കുമാർ, NCP പ്രതിനിധി KT ജോസ്, ALMSC മെമ്പർ KK മോഹനൻ,
പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അംഗൻവാടി വർക്കർ കെ ഗീത ചടങ്ങിന് നന്ദി പറഞ്ഞു. പുതിയ ഒരു അംഗനവാടി കെട്ടിടം നിർമ്മിക്കാൻ ബഹുമാനപ്പെട്ട MLA-യുടെ വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഈ കെട്ടിടത്തിന് വേണ്ടി അനുവദിച്ചത്. അതിനുശേഷം അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നമ്മുടെ ബ്ലോക്ക് AXCയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു കെട്ടിടം അതിൻ്റെ കരാറുകാരനായ സന്തോഷ് കോൺട്രാക്ടർ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ നമ്മളൊരു വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും നമുക്കറിയുന്നത് പോലെ ഒരു കെട്ടിടത്തിൻ്റെ വാടക നിശ്ചയിക്കുക എന്നെല്ലാം പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് നമുക്ക് ഒരു പുതിയ ബിൽഡിങ് എടുക്കുന്നതാണ്. അത്രമാത്രം സാങ്കേതികമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ വാടക നിർണയിച്ചത്. എന്നാൽ ആ കെട്ടിടത്തിൻ്റെ ഉടമയ്ക്ക് ആവശ്യമായ നിലയിൽ വാടക അദ്ദേഹം ഉദ്ദേശിച്ച നിലയിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമെല്ലാം ഉണ്ടായ സന്ദർഭത്തിലും ALMC അംഗങ്ങളും നമ്മുടെ അംഗനവാടി വർക്കറുടെയും എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത്തരം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുകയും കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ബഹുമാന്യായ MLA-യോട് ടീച്ചറോട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഉദ്ഘാടനത്തിൻ്റെ തീയതിയും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം നോക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളെ പുതിയ അംഗനവാടിയിലേക്ക് മാറ്റണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഇങ്ങോട്ടേക്ക് മാറ്റുകയും അപ്പോഴും നമ്മുടെ വയറിംഗ് പ്രവൃത്തികളൊന്നും പൂർത്തീകരിച്ചിരുന്നില്ല. ഇന്നലെയാണ് നമുക്ക് ഇതിന് കറണ്ട് കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ കിട്ടുന്ന നിലയുണ്ടായത്. അങ്ങനെ സമയബന്ധിതമായി ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട MLA ഈ കെട്ടിടം ഈ നാടിനു വേണ്ടി ഔദ്യോഗികമായി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. വീടൊരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട്. നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ പേജ് ലോക്സ്, മോഡുലാർ കിച്ചൺ, ഹിഞ്ചസ്, ഹാർഡ്വെയർ, ഗ്ലാസ്, ലാമിനേറ്റഡ് ബോർഡ്, ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീടൊരുക്കാൻ വേണ്ടതെല്ലാം ഇരിട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരിട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ. ഹിഞ്ചസ്, ലോക്കുകളുടെയും 500-ൽ പരം ലൈവ് ഡിസ്പ്ലേ, ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി, എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ. ഗ്ലാസ് ഹൗസ് നിയർ E-City ഇലക്ട്രോണിക്, കൽമുട്ടി, ഇരട്ടി.